നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. കഴിഞ്ഞ 22 വർഷത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ 54 വിദേശയാത്രകളുടെ വിവരങ്ങൾ പരസ്യമാക്കുകയും യാത്രാ ചെലവുകൾക്കുള്ള ഫണ്ടിന്റെ ഉറവിടം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ യാത്രകൾക്കായി ഏകദേശം 60 കോടി രൂപ ചെലവഴിച്ചതായി ബി.ജെ.പി. അവകാശപ്പെട്ടു. ഇത് ആ കാലയളവിലെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത വരുമാനത്തിന്റെ 5 ഇരട്ടിയാണ്. ബി.ജെ.പി. ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ പാർട്ടി ദേശീയ വക്താവ് സാംബിത് പത്ര രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങളുടെ ഒരു പട്ടിക അവതരിപ്പിച്ചു. ലോക്സഭാ അംഗത്തിന്റെ വെളിപ്പെടുത്തിയ വരുമാനവും വിദേശയാത്രകൾക്കായി ചിലവഴിച്ച പണവും തമ്മിൽ വ്യക്തമായ പൊരുത്തക്കേടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഏകദേശം 22 വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്താണ്. ഈ വർഷങ്ങളിൽ അദ്ദേഹം നിരവധി തവണ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വിദേശയാത്രകളുടെ എണ്ണം 54 ആണ്. ഈ യാത്രകൾ പൊതുജനങ്ങൾക്കുള്ളതാണ്, എന്നാൽ അവയുടെ ധനസഹായം പൊതുജനങ്ങൾക്കുള്ളതല്ല, പാത്ര പറഞ്ഞു. 2013-14 2022-23 ഇടയിൽ രാഹുൽ ഗാന്ധിയുടെ ആകെ വരുമാനം ഏകദേശം 11 കോടി രൂപയായിരുന്നുവെന്നും അതിൽ വിദേശയാത്രകൾക്കായി ഏകദേശം 60 കോടി രൂപ ചെലവഴിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ആദായ നികുതി വകുപ്പ് വെളിപ്പെടുത്തൽ ഉദ്ധരിച്ച് പാത്ര ആരോപിച്ചു. 2013-14 മുതൽ 2022-23 വരെയുള്ള രാഹുൽ ഗാന്ധിയുടെ വരുമാനത്തിന്റെ വിശദാംശങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഈ 10 വർഷത്തിനിടെ അദ്ദേഹത്തിന്റെ വരുമാനം ഏകദേശം 11 കോടി രൂപയായിരുന്നു. വിദേശയാത്രകൾക്കായി 60 കോടി രൂപ ചിലവഴിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? ആരാണ് അദ്ദേഹത്തിന് ധനസഹായം നൽകുന്നത്? ഏതെങ്കിലും വിദേശ കമ്പനി ഈ യാത്രകൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആവശ്യമായ ചട്ടങ്ങൾ പാലിച്ചോ? അദ്ദേഹം ചോദിച്ചു. ആദായ നികുതി നിയമങ്ങളും വിദേശ സംഭാവന നിയന്ത്രണ നിയമവും ഉപയോഗിച്ചുകൊണ്ട് പാത്ര നിയമപരമായ ലംഘനങ്ങളെക്കുറിച്ചുള്ള ചോദ്യവും ഉന്നയിച്ചു. ഉയരുന്ന ചോദ്യം ഇതാണ്: അദ്ദേഹം വിദേശയാത്ര ചെയ്യുമ്പോൾ ധനസഹായം നൽകുന്നത് ഇന്ത്യ ഗവൺമെന്റ് ആണോ അതോ ഏതെങ്കിലും വിദേശ ഏജൻസിയാണോ? വിദേശ ധനസഹായമുണ്ടെങ്കിൽ FCRA പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമാണ്. അത് വ്യക്തിഗത ധനസഹായമാണെങ്കിൽ അത് ആദായ നികുതി നിയമങ്ങൾ പ്രകാരം പ്രഖ്യാപിക്കണം, അദ്ദേഹം പറഞ്ഞു. SPG സംരക്ഷണ പ്രോട്ടോക്കോളിന്റെ യെല്ലോ ബുക്ക് ലംഘിച്ചു നടത്തിയ 6 പ്രഖ്യാപിത വിദേശയാത്രകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് CRPF കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തെഴുതിയതായും ബി.ജെ.പി. ആരോപിച്ചു. ഈ വർഷം മെയ് 3 രാഹുൽ ഗാന്ധി ഒമാനിലെ മസ്കറ്റ് സന്ദർശിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശത്തെയും പാത്ര ചോദ്യം ചെയ്തു. ഒരു പൊതുപരിപാടിയും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും യാത്രാ പദ്ധതി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മാത്രമാണ് ബി.ജെ.പി. ഈ വിഷയം ഉന്നയിച്ചതെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. അതിനിടെ രാഹുൽ ഗാന്ധിക്ക് അനധികൃത സ്വത്തുണ്ടെന്ന ആരോപണം അന്വേഷിക്കാൻ അലഹബാദ് ഹൈക്കോടതി CBIയോടും EDയോടും നിർദ്ദേശിച്ചു. രാഹുലിന് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കർണാടക സ്വദേശി വിഘ്നേഷ് ശിശിർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് രാജേഷ് സിംഗ് ചൗഹാൻ, ജസ്റ്റിസ് സഫീർ അഹമ്മദ് എന്നിവരുടേതാണ് ഉത്തരവ്. രാഹുലിനും കുടുംബാംഗങ്ങളും വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടെന്നാണ് ഹർജിയിലെ ആരോപണം. ഹർജിക്കാരന്റെ കത്ത് ലഭിച്ചതായി CBIയും EDയും കോടതിയിൽ പറഞ്ഞു. പരിശോധിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാമെന്ന് ഏജൻസികൾ കോടതിയിൽ പറഞ്ഞു. ആരോപണത്തിന്റെ നിജസ്ഥിതി അറിയില്ല. വിഷയം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്, കോടതിയിൽ ഏജൻസികൾ വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ SFIO, ധനമന്ത്രാലയം, റവന്യൂ മന്ത്രാലയം, പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ അന്വേഷണവും അനിവാര്യമാണെന്നും അവരെ കൂടി ഉൾപ്പെടുത്തണമെന്നുമുള്ള ഹർജിയിലെ ആവശ്യം പരിഗണിച്ച് കോടതി അവർക്ക് നോട്ടീസ് അയച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.